ഹലോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതെന്താ രാവിലെ തന്നെ പാത്രവും വെള്ളമൊക്കെ ആയിട്ട് വന്നിരുന്നല്ലേ? ഇതിപ്പോൾ ഇവിടുത്തെ മോട്ടറിൽ വെള്ളമില്ല, കറണ്ട് പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ട് ഇനി എപ്പോൾ വരുമെന്നൊന്നും അറിയില്ല. അപ്പോൾ പാത്രം കഴുകാൻ വെള്ളമില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു നേരെ കറണ്ട് പോകുമ്പോഴേക്കും നമുക്കൊരു തുള്ളി വെള്ളം ഇല്ലാതെയൊക്കെ വരുന്നൊരവസ്ഥ. അപ്പോൾ ഭാവിയിൽ നമ്മൾ ഇതേപോലെ മരങ്ങളൊക്കെ മുറിച്ച് ഇങ്ങനെ പിന്നെ പ്രകൃതിക്ക് ദോഷമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭാവിയിൽ വെള്ളമൊക്കെ എത്രമാത്രം വരും തലമുറകൾക്ക് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സമീപ ഭാവിയിൽ എത്രമാത്രം വെള്ളമൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഒരു നേരം മോട്ടർ പ്രവർത്തിക്കാതിരിക്കുമ്പോഴേക്കും നമുക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ നാളെ വെള്ളം ഒട്ടും ഇല്ലാത്ത ഒരു തലമുറ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ആലോചിച്ചൊക്കെ. അപ്പോൾ നമ്മൾ ഓരോ തുള്ളി വെള്ളവും ഇപ്പം ഞാൻ പാഴാക്കുന്നില്ല, ഇതിലേക്ക് ഇങ്ങനെ നിറയ്ക്കുകയാണ് എനിക്ക് പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വെറുതെ കളയുന്ന ഓരോ തുള്ളി വെള്ളത്തിനും വളരെ വിലയുണ്ട്. നമ്മുടെ ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കാൻ പോയാൽ അവിടെ നിങ്ങൾക്ക് കാണാം ഒരു തുള്ളി വെള്ളത്തിൻ്റെ ചിത്രം ഇങ്ങനെ വെച്ചിട്ട് അവർ പറയുന്ന ജലം അമൂല്യമാണ്, പാഴാക്കരുത്. പല സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് നമ്മൾ അവിടെ തന്നെ പോയിട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് വെള്ളം പൈപ്പൊക്കെ അടുത്ത് തുറന്ന് വെച്ചിട്ട് കളിക്കൂലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കുക. കാരണം നമുക്ക് വെള്ളം എന്ന് പറയുന്നത്, വെള്ളം ഉണ്ടെങ്കിലേ കറണ്ട് ഉണ്ടാവും, കറണ്ട് ഉണ്ടെങ്കിലേ നമുക്ക് മോട്ടർ അടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ തുള്ളി വെള്ളവും വെറുതെ നശിപ്പിക്കാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വരുന്ന തലമുറകൾക്കും എന്താവും, അത് വലിയൊരു ഗുണമേ അവർക്ക് മീൻസ് അവർക്കത് വലിയൊരു ആശ്വാസമാകും. അതുപോലെ തന്നെ മരങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക, പരിസ്ഥിതി ദിനത്തിൽ മാത്രമല്ല അല്ലാത്ത സമയത്തും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.